ഹായ് കൂട്ടുകാരെ, എൻ്റെ ഈ ഫ്രിഡ്ജ് 17 വർഷം പഴക്കമുണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാലോ, നല്ല രീതിക്ക് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ മേലെ കവറിട്ട കാരണം കൊണ്ട് തന്നെ ഇത്രയും തുരുമ്പ് പിടിച്ചത് അറിയാണ്ട് പോയി. കവറിൻ്റെ മേലെയും അതുപോലെ തന്നെ ഉൾവശം ക്ലീൻ ആക്കും. ഇപ്പോൾ തേച്ച് കഴുകി വൃത്തിയാക്കാൻ ടൈമാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് കവറൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചത്. ഇത്രയും തുരുമ്പ് പിടിച്ചുകൊണ്ട് തന്നെ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാമെന്ന് തോന്നി. കാരണം കവറിട്ട് ഈർപ്പം നിന്നിട്ടാണ് ഇങ്ങനെയും തുരുമ്പായി. പക്ഷെ ആള് നല്ല കണ്ടീഷനാണ്. 17 വർഷമായിട്ട് കട്ടയ്ക്ക് നമ്മളെ കൂടെ ഉണ്ട്. ആദ്യം തുരുമ്പ് പിടിച്ച ഭാഗം ഒന്ന് ചുരണ്ടി കളഞ്ഞ് സെയിം കളർ പെയിന്റ് അടിച്ചു കൊടുത്തു. തുരുമ്പ് പിടിച്ച ഭാഗത്ത് മാത്രം കേട്ടോ. തലേന്ന് രാത്രി കേട്ടോ ഞാനിത് പെയിന്റ് അടിച്ചിരുന്നേ. കാരണം നന്നായിട്ട് ഉണങ്ങിയെങ്കിൽ നമുക്ക് അടുത്തതിന്റെ ഘട്ടം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത്രയും പഴയ ഫ്രിഡ്ജ് ഇത്രയും കഷ്ടപ്പെട്ട് ഉപയോഗിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ അത്യാവശ്യം നല്ല ഫ്രിഡ്ജാണ്. പുറമെ ഇച്ചിരി ഡാമേജ് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ പെയിന്റ് വാങ്ങിച്ച പൈസക്ക് എന്തായാലും നമുക്ക് പുതിയ ഫ്രിഡ്ജ് കിട്ടത്തില്ലല്ലോ. പിന്നെ മാക്സിമം ഉപയോഗിക്കുക. ഏത് വസ്തുവും കുറഞ്ഞ പൈസക്ക് ഭംഗിയാക്കുമ്പോൾ ഒരു പ്രത്യേക മനസ്സുഖം, അത്ര തന്നെ. പിന്നെ പിറ്റേ ദിവസം പെയിന്റ് അടിച്ചതൊക്കെ സാൻഡ് പേപ്പർ ഇട്ടങ്ങ് ഒരതി മിനുസപ്പെടുത്തി. കുറച്ച് നേരത്തെ പണിയുണ്ട്, നല്ല ബുദ്ധിമുട്ടാണ് പെയിന്റ് അടിക്കുക എന്നുള്ള പ്രക്രിയ. എന്തായാലും ഇറങ്ങി തിരിച്ചു. ഇനിയിപ്പം അങ്ങ് കംപ്ലീറ്റ് ആക്കുക. അറഞ്ചം പൊറഞ്ചം ഒരതി ഒരുവിധം മിനുസപ്പെടുത്തിയെടുത്തു. അതിന്റെ ഇടയിൽ എൻ്റെ ചെക്കൻ വന്ന് സ്നേഹപ്രകടനമൊക്കെ നടത്തി പോണുണ്ട്. എന്തായാലും ആയുധത്ത് കളത്തിലിറങ്ങിട്ടോ. ആദ്യത്തെ സ്പ്രേ ചെയ്തപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു. ചെറിയ രീതിക്ക് അപകടമാണെന്ന് തോന്നിയപ്പോൾ ഷാള് കെട്ടി ബാക്കി അങ്ങ് തുടങ്ങി. 150 രൂപ കേട്ടോ ഒരു ബോട്ടിലിന്. അടിച്ചു തുടങ്ങിയപ്പോൾ പണി പാളിയോന്ന് വിചാരിച്ചു. 2 ബോട്ടിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. വീണ്ടും 2 ബോട്ടിൽ കൊടുന്ന് തലങ്ങും വിലങ്ങും അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തു. എന്തായാലും മോശം എന്ന് പറയാത്ത രീതിക്ക് ഒപ്പിച്ചു. എൻ്റെ മൂത്ത ചെക്കൻ ഇത് കണ്ടപ്പോൾ എന്നോട് വന്ന് പറയാം, എന്താമ്മ ഇത് വെള്ളാട്ടപ്പോക്കരോന്ന്. എന്താണ് അവനോടൊക്കെ ഞാൻ പറയാം. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രോത്സാഹന വാക്ക് എനിക്കിത് തന്നെ കിട്ടണം. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. നമ്മളത് നോക്കിയാൽ പോരെ. അവനെ കുറ്റം പറയാൻ ഒക്കൂല. എനിക്കും ഇല്ലായികയില്ല. പക്ഷേ നമ്മളെടുത്ത വർക്കിന് നമ്മൾ തന്നെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഇതിന്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ എനിക്കിഷ്ടായി. പിന്നെ തുരുമ്പിന്റെ ഭാഗത്ത് ചെറിയ രീതിക്ക് അറിയാം. അതിപ്പോ അത്രയും പഴക്കല്ലേ, അതിൻ്റെതായ അപകടം എന്തായാലും ഉണ്ടാവും. പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ച് പെട്ടെന്ന് പണി തീരും. പക്ഷേ ഇച്ചിരി ഒറിജിനാലിറ്റി തോന്നണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. പിന്നെ LG ആണ് കമ്പനി കേട്ടോ. അവിടെ ടാപ്പ് ഒട്ടിച്ചതായിരുന്നു. പെയിന്റ് ഉണങ്ങിയപ്പോൾ അതങ്ങ് മാറ്റി. പഴമയിൽ നിന്നും പുതുമയിലേക്ക് എത്തിയ എൻ്റെ ഫ്രിഡ്ജ് എങ്ങനെയുണ്ട്? ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ.